ഏതായാലും 4 മണിക്കൂർ പിന്നിടുമ്പോൾ 28.10% പോളിംഗ് എന്നതാണ് ശ്രദ്ധേയം. സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സെയ്ഫ, 4 മണിക്കൂർ പിന്നിടുന്നു പോളിംഗ് 28-ലെത്തിയിരിക്കുകയാണ്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ മികച്ച പോളിംഗ്, ശക്തമായ പോളിംഗ് തന്നെയല്ലേ രേഖപ്പെടുത്തുന്നത്? അതെ ദിവ്യ, നമ്മൾ നേരത്തെ കരുതിയിരുന്നത് ഒരു 10 മണി കഴിയുമ്പോൾ പോളിംഗിലൊരു ഒരു മെല്ലപ്പോക്കുണ്ടാകും എന്നുള്ളതാണ്. ഒരു 25-ലൊക്കെ നിൽക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 28.10% പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വോട്ടിംഗ് തുടങ്ങി ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴാണ്, ഇപ്പോൾ 11 മണി കഴിയുന്നു, 4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത്രയും പോളിംഗ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണത്തേതിനോടനുബന്ധിച്ച് തന്നെ ഒരു പക്ഷേ എത്തിയേക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവിലെ ഒരു ബൂത്തിലാണ്. വട്ടിയൂർക്കാവിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 25% പോളിംഗ് വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അറിയാം, ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. വലിയ പ്രചരണമാണ് ഇവിടെ നടന്നത്. കെ മുരളീധരനും വി കെ പ്രശാന്തും അതുപോലെ തന്നെ ആർ ശ്രീലേഖയും ഒരു ത്രികോണ പോരാട്ടത്തിന്റെ എല്ലാ സ്വഭാവമുള്ള ഈ മണ്ഡലത്തിൽ വലിയ പ്രചരണം നടന്നു. ആ പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ സൂചനയാണ് രാവിലെ 11 മണിക്ക് കനത്ത ചൂടുള്ളപ്പോഴും ആൾക്കാർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്നത്. പിന്നീടുള്ള ഒരു പ്രത്യേകത, ഈ പുതിയ വോട്ടർമാർ, അത് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നില്ല. കുറച്ച് പുതിയ വോട്ടർമാർ വരുന്നു എന്നതിനപ്പുറത്തേക്ക് 4 ലക്ഷത്തോളം വോട്ടർമാർ എന്ന് പറയുമ്പോൾ കൂടുതൽ പേർ എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ അവർ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വരുന്നത്. പ്രായമായ ആൾക്കാരാണ് കൂടുതലായും ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യുന്നത്. വലിയ നീണ്ട നിര നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനത്തിൽ വരും കുറച്ച് ചെറുതായിട്ട് ഒരു ചൂടൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഇടിവുണ്ടാകുമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാം വർദ്ധിക്കും. അങ്ങനെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ദിവ്യ. ഒരു കഴിഞ്ഞ തവണത്തെ കടന്നു പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എത്രത്തോളം പോകും എന്ന് നമുക്ക് ഒരു വൈകിട്ടോട് കൂടി മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായാലും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ട് ഇപ്പോഴും. അത് രാവിലെ കണ്ട പോലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്ന നിഗമനത്തിൽ നമുക്ക് ഇപ്പോൾ നിൽക്കാം. ഒരു 2 മണിയോട് കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ചിത്രം വ്യക്തമാവുകയും ചെയ്യും ദിവ്യ. ശരി, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണ് സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ കൂടി ചേരുന്നു. സാജിദ്, എന്താണ് പാലക്കാട് സ്ഥിതി? ദിവ്യ, ഞാൻ തൊണ്ടിക്കുളം LP സ്കൂളിലാണുള്ളത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പാലക്കാട് നഗരസഭ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഈ ക്യൂവിൽ ആളുകളെ കാണാം. എന്നാൽ രാവിലെ സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് പാലക്കാടിന്റെ ചൂടിനെ കുറിച്ചറിയാം. അതിശക്തമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഈ പരമാവധി നേരത്തെ വോട്ട് ചെയ്യാം എന്നതുകൊണ്ട് ആളുകൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ശതമാനക്കണക്ക് 20% ജില്ലയിൽ ആകെ ഉള്ളത്. ഇതിൽ ഒറ്റപ്പാലത്താണ് താരതമ്യേന കുറവുള്ളത്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഈ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഈ നടക്കുന്നത്. 12 മണ്ഡലങ്ങളിൽ ഇത്തവണ ഭൂരിഭാഗം മണ്ഡലങ്ങളും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഒരു പോളിംഗിലും ആ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഈ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരേപോലെ താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് ആണ്. ഇനി ഉച്ച സമയമാകുമ്പോൾ സ്വാഭാവികമായും പോളിംഗിൽ കുറവുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒരു 12 മണിക്ക് ശേഷം 3 മണി വരെ അതിശക്തമായ ചൂടും വെയിലുമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പോളിംഗ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നീട് വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം വീണ്ടും പോളിംഗ് ഉയരാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും സ്ത്രീകൾ അടക്കം നിരവധി ആളുകൾ. ശരി, ഏതായാലും പോളിംഗ് ശതമാനം 31 പിന്നിട്ടിരിക്കുകയാണ്. 30 കടന്നിരിക്കുന്നു. 31.13 11 മണിവരെയുള്ള കണക്കുകൾ. ഏതായാലും അതിശക്തമായ പോളിംഗ് തന്നെയാണ് എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ കാണാൻ കഴിയുന്ന നീണ്ട നിര, പോളിംഗ് ബൂത്തുകളിലെ നീണ്ട നിര ഇപ്പോഴും പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ചൂടിനെയും വെയിലിനെയും ഒക്കെ അവഗണിച്ച ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിലെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 26.36% പോളിംഗ്. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജീഷ, എങ്ങനെയാണ് ഇപ്പോൾ ബൂത്തുകളിലെ ഒരു സ്ഥിതി? നല്ല തിരക്കുണ്ടോ? എങ്ങനെയാണ് പോളിംഗ് ശതമാനം?
ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 26.36% 11 മണിയാവുമ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള മൊത്തം പോളിംഗ് ശതമാനം. ഇത് മണ്ഡലം തിരിച്ചുള്ള കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ നേരത്തെ തന്നെ 9 മണിക്ക് വന്ന റിസൾട്ട് പ്രകാരം 16 തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ പയ്യന്നൂരിലെയും ആ പോളിംഗ് ശതമാനം കടന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ കൂടി പിന്നിടുന്ന ഘട്ടത്തിൽ അതൊരു 25 മുകളിലായിട്ടുണ്ടാകുമെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തലുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും, അതായത് നഗരഗ്രാമ വ്യത്യാസങ്ങളില്ല, എല്ലാ സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള ക്യൂ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട കിഴുന്നയിലാണ്. കിഴുന്നയിലുള്ള 3 ബൂത്തുകളിലും വലിയ ജനസഞ്ചയം തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആൾക്കാർ, സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വലിയ തോതിൽ തന്നെ ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് രാവിലെ മുതൽ കാണുന്ന ഒരു പൊതു സാഹചര്യം ഇത് തന്നെയാണ്. നേരത്തെ രാവിലെ ഞാൻ പോയിരുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 194 ഉൾപ്പെടെയുള്ള ബൂത്തുകളിൽ 194 അതുപോലെ തന്നെ 193, 195 ഈ 3 ബൂത്തുകളിലും രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വലിയ തരത്തിൽ ജനങ്ങൾ എത്തിയിരുന്നു. അവിടെയും ഇതേ സാഹചര്യം തന്നെ, അതായത് സ്ത്രീകൾ, കുട്ടികൾ, ഒപ്പം തന്നെ പ്രായമുള്ളവർ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കണ്ണൂരിന്റെ പൊതു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് പോളിംഗിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ബൂത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുമൊക്കെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനായിട്ടുള്ള പോലീസ് സംവിധാനവുമുണ്ട്. ഇതുവരെ ഇവിടെ നിന്നും അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രമുഖർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റും പേരാവൂരിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സണ്ണി ജോസഫ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം വോട്ട് ചെയ്തു. ഞാനിപ്പോൾ ഈ കിഴുന്നയിൽ നിൽക്കുന്നത് ഇവിടെയാണ്. K. സുധാകരൻ MP വോട്ട് ചെയ്യാൻ എത്തേണ്ടത്. അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതാണ്. അദ്ദേഹം എത്താൻ വൈകുമെന്നുള്ളതാണ് ലഭ്യമാവുന്ന സൂചന. ഉച്ച കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം പോളിംഗിന് എത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പ്രായമുള്ളവരടക്കം വലിയ തോതിൽ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നവരടുത്ത് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. രാവിലെ വോട്ട് ചെയ്തോ? ഓ, ചെയ്തല്ലോ. നേരത്തെ വന്നോ? ഓ, വന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അനക്ക് തിരക്കില്ലേനു. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ. ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് നല്ല സുന്ദരമായിട്ട് ചെയ്തു. ചെയ്തു ചേച്ചി? ചെയ്തു. വലിയ തോതിൽ തന്നെ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോ അവർ പറഞ്ഞത് അത് പതിവ് രീതിയാണ് രാവിലെ വന്ന് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിൽ കവിഞ്ഞ ഒരു തിരക്ക് എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിയും. ഒന്ന് കണ്ണൂരിൽ കനത്ത ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതുകൂടി ആൾക്കാർ കണക്കിലെടുത്തിട്ടുണ്ടാവും. പോരാട്ട വീര്യം, മത്സര ചൂട് നമുക്ക് പോളിംഗിലും കാണാൻ കഴിയുന്നു. 4 മണിക്കൂർ പിന്നിടുമ്പോൾ 31% കടന്നിരിക്കുകയാണ് കേരളത്തിലെ പോളിംഗ് ശതമാനം.